എല്ലാവർക്കും നമസ്കാരം. നമുക്ക് മഴതോരും മുംബൈയിലെ അലീനയുടെയും മനുശങ്കറിൻ്റെയും ഇന്നത്തെ നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ അലീനയും രേവതിക്കുട്ടിയും എല്ലാവരും കൂടി ചേർന്ന് ത്യാഗഭവനത്തിൽ ചിന്നിക്കുട്ടിയെ കാണാൻ വരികയാണ്. അങ്ങനെ അവിടേക്ക് വരുന്നു. അവിടെ വരുന്നപ്പോൾ രേവതിക്കുട്ടി നോക്കുമ്പോൾ ചിന്നിക്കുട്ടി കുറച്ച് കുട്ടികളോട്ടിരുന്ന് കളിക്കുകയാണ്. അങ്ങനെ ചിന്നുമോളേന്ന് വിളിക്കുമ്പോൾ രേവതി ആൻറ്റിയെന്ന് വിളിച്ച് ചിന്നിക്കുട്ടി ഓടി ചെല്ലുകയാണ്. അലീന ആൻറ്റി എന്ന് ചോദിക്കുമ്പോൾ അലീന ആൻറ്റി സിസ്റ്റേഴ്സുമായിട്ട് സംസാരിക്കും, ഇപ്പോൾ വരുമെന്ന് പറയും. അങ്ങനെ സിസ്റ്റേഴ്സ് കൂട്ടിക്കൊണ്ട് അലീന അങ്ങോട്ട് വരികയാണ്. ആ സമയത്ത് അലീന ആൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ചിന്നുമോള് തോളിലോട്ട് ചാഞ്ഞ് സംസാരിക്കുകയാണ്. അങ്ങനെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് സുഖമാണ്, എനിക്കിവിടെ സുഖമാണെന്നൊക്കെ പറയും. ഇതൊക്കെ ആരാ? ചിന്നിക്കുട്ടി ഇതുവരെ കാണാത്ത കുറച്ച് ആൾക്കാരൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ അലീന ചേച്ചി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇതെല്ലാം അലീന ആൻറ്റിയുടെ സഹോദരങ്ങളാണ്. ഇത് ബബിത, കൃഷ്ണമോള്, രോഹിത് അങ്കിൾ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും പരിചയപ്പെടുന്നുണ്ട്. മോൾക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു. അപ്പോൾ സിസ്റ്റേഴ്സ് എന്നൊക്കെ പറയും, ഞങ്ങൾക്ക് മോളോട്ടൊന്ന് പുറത്ത് പോകണമെന്ന് പറയും. ശരി, നിങ്ങൾ പോയിട്ട് വരാൻ പറയും. അങ്ങനെ അവരെല്ലാവരും കൂടി ചിന്നുമോളുമായിട്ട് പുറത്ത് ബീച്ചിലും പാർക്കിലും ഒക്കെ പോവും. മോൾക്ക് കുറച്ച് ഷോപ്പിങ്ങൊക്കെ നടത്തും. അങ്ങനെ ഐസ്ക്രീമൊക്കെ മേടിച്ചു കൊടുക്കും. അങ്ങനെ അവർ അവിടെ എല്ലാം എൻജോയ് ചെയ്തതിന് ശേഷം ആ സമയത്ത് നമ്മുടെ അലീന മാറിയിരിക്കുകയാണ്. അപ്പോൾ രേവതിക്കുട്ടിക്കും ചേച്ചി എന്താ മാറിയിരിക്കുന്നത്? നിങ്ങളൊക്കെ എൻജോയ് ചെയ്യാൻ പറയും. അതൊന്നും പറ്റില്ല, ചേച്ചിയും കൂടി വരാൻ പറയും. അങ്ങനെ അവരെല്ലാവരും കൂടി ചേർന്ന് അവിടെ കിടന്ന് കളിക്കുകയും സന്തോഷിക്കുകയൊക്കെ ചെയ്യുകയാണ്. ആ സമയത്ത് രോഹിത്തിനാണ് മോളുമായിട്ട് കൂടുതലങ്ങ് അടുക്കുന്നത്. മോളെ നിലത്ത് വെക്കാതെ തന്നെ ചിന്നുകുട്ടിയും തോളിലേറ്റിക്കൊണ്ടങ്ങ് നടക്കുകയാണ്. അതിനുശേഷം അവർ തിരിച്ച് ത്യാഗഭവനിലോട്ട് വരാൻ കാറിൽ കയറുന്ന സമയത്താണ് അലീന പെട്ടെന്ന് ബാലേന്ദ്രൻ മേനോൻ്റെ കാറ് കാണുന്നത്. നോക്കുമ്പോൾ അതിനകത്ത് ഗോവർദ്ധൻ അങ്കിളിനെയും ബാലേന്ദ്രൻ മേനോനെയും കാണുന്നുണ്ട്. അപ്പോൾ അലീന ഇങ്ങനെ അവരെ ശ്രദ്ധിക്കും. ആ സമയത്ത് പറയും, ഇതേ നോക്ക് ബാലേട്ട, അലീനയും കുട്ടികളും വന്നു പറയും. ഇവർ എറണാകുളത്ത് കൊല്ലത്ത് വന്നോ എന്ന് ചോദിക്കും. അപ്പോൾ എല്ലാവരും നോക്കുമ്പം അച്ഛൻ അവിടെ നിൽക്കുന്നു. അല്ല, അച്ഛൻ എന്താ ഇവിടെ? എനിക്ക് ഒന്നിട്ട് കാര്യങ്ങളുണ്ടായിരുന്നു, അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാന്ന് പറയും. പിന്നെ ഫുഡും കഴിക്കണം. നിങ്ങളെന്താ ഇവിടെ? ഞങ്ങൾ മോൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വന്നതാന്ന് പറയും. അല്ല, ഈ അച്ഛൻ ചിന്നുമോളെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ കൊല്ലത്ത് ത്യാഗഭവനിൽ ഇപ്പോൾ ചിന്നുമോളെ കാണുമെന്ന്. ഇതാണ് ചിന്നുമോളെന്ന് പറയും. അച്ഛയ്ക്ക് അങ്ങനെ അലീന ചിന്നുമോളെ കൊണ്ടുവന്ന് ബാലേന്ദ്രനെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ചോദിക്കും, മോളാണോ ചിന്നുകുട്ടി? മോൾക്ക് കളിക്കാൻ ഒത്തിരി ചേച്ചിമാരെയും കുഞ്ഞൊരു ചേട്ടനെയും കിട്ടിയല്ലോ. അപ്പോൾ രോഹിത്തിനെ ചൂണ്ടിക്കൊണ്ട് ചിന്നുകുട്ടി പറയുന്നുണ്ട്, ഇതാണോ കൊച്ചു ചേട്ടൻ? ഞാൻ ഒരു കൊച്ചു ചേട്ടനല്ലേ എന്ന് രോഹിത് പറയുന്നുണ്ട്. അങ്ങനെ ബാലേന്ദ്രൻ മേനോനും ചിന്നുകുട്ടി ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട്. അതിനുശേഷം പറയും, അച്ഛൻ എവിടെ പോയിരുന്നു ഇന്നലെ എനിക്ക് ഊട്ടി അങ്ങനെ കുറച്ച് സ്ഥലത്തൊക്കെ പോകണമായിരുന്നു പറയും. ഊട്ടിയിലേക്കോ? അതേന്ന് പറയും. ഊട്ടി നീലഗിരി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അലീനയ്ക്ക് സംശയം അടിക്കും, അതൊക്കെ ഗംഗാധര മേനോൻ താമസിക്കുന്ന സ്ഥലമാണല്ലോ എന്നൊക്കെ അലീനയ്ക്ക് ചെറുതായിട്ടൊന്ന് കണക്ട് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് പറയും, അല്ല ഇനി നിങ്ങൾ എങ്ങോട്ടാണ്? ഇനി ഞങ്ങൾക്ക് മോളെയും കൊണ്ട് തിരിച്ച് കിളികല്ലൂർ പോകണം, അവിടെ ത്യാഗഭവനത്തിൽ മോളെ ഏൽപ്പിക്കണമെന്ന് പറയും. ശരിയെന്ന് പറയും. എങ്കിൽ പിന്നെ ശരി, നിങ്ങളുടെ പോക്ക് നടക്കട്ടെ, എനിക്ക് ഇച്ചിരി ധൃതിയുണ്ടെന്ന് പറയും. അങ്ങനെ ആ സമയത്ത് അലീന ഗോവർദ്ധനോട് ചെന്ന് സംസാരിക്കുന്നുണ്ട്. ഇന്നലെ എവിടെ ആയിരുന്നൊക്കെ ചോദിക്കും. അപ്പോൾ ബാലേന്ദ്രൻ മേനോൻ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. എങ്കിൽ ശരി, നമുക്ക് പോവാം, ഇപ്പം തന്നെ സമയം ഒരുപാടായെന്ന് പറയും. ഇനിയിപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും തിരിച്ച് എറണാകുളത്ത് ചെല്ലും, ഇപ്പം തന്നെ മണി 3 ഇനി പെട്ടെന്ന് പോയെങ്കിലല്ലേ തിരിച്ചെത്തത്തോളം. ഇന്ന് തന്നെ ചെല്ലണമെന്ന് മാമച്ചനങ്ങളും ഗ്രേസി ആൻറ്റിയും പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. എങ്കിൽ ശരി, പെട്ടെന്നാവട്ടെന്ന് പറയും. അങ്ങനെ അലീനയെ വിളിച്ചുകൊണ്ട് അവരൊക്കെ പോവുകയാണ്. എങ്കിൽ ശരി, അച്ഛൻ നാളെ തന്നെ വീട്ടിലോട്ട് വരത്തില്ലേ? നാളെ തന്നെ വരുമെന്ന് പറയും. അപ്പോൾ അതിനുശേഷം അവർ ഫുഡ് കഴിക്കാൻ കയറുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ മേനോൻ ഗോവർദ്ധനോട് ചോദിക്കും, അല്ല അലീന തന്നോടുള്ള ചോദിച്ചു, ഇന്നലെ എവിടെ ആയിരുന്നു എന്നൊക്കെ ചോദിച്ചു, താൻ എന്ത് പറഞ്ഞു? അത് നീലഗിരിക്കൊക്കെ പോയിരുന്നു എന്ന് പറയും. അവൾക്കത് കിട്ടിയാൽ മതി, ബാക്കിയൊക്കെ അവൾ ഊഹിച്ചെടുത്തോളൂ, അത്ര ബുദ്ധിയുള്ള പെൺകുട്ടിയാണെന്ന് പറയും. അല്ല ബാലേട്ട, അവരുടെ കൂടെ വന്ന കുട്ടി ഏതാ? അതാണ് ചിന്നുമോള്. അലീനയും രേവതിക്കുട്ടിയൊക്കെ താമസിച്ചിരുന്ന സ്നേഹതയിലൊന്ന ഓഫനേജിലെ കുട്ടിയാണെന്ന് പറയും. ആ കുട്ടിയെപ്പോലുള്ള കുഞ്ഞുങ്ങളെയൊക്കെ എങ്ങനെ ഉപേക്ഷിക്കാൻ തോന്നുന്നു? അതെ, അത് മറ്റൊരു അലീനയാണെന്ന് പറയും. നോക്കാൻ പറ്റാതെ ഉള്ള സമയത്ത് കൊണ്ട് കളയുന്നതാണെന്ന് പറയും എന്നൊക്കെ പറയും. അത് കേൾക്കുമ്പോൾ ഗോവർദ്ധന അങ്ങ് വിഷമം വരും. കാരണം നല്ല നല്ല കുഞ്ഞുങ്ങളെയൊക്കെ പെട്ടെന്ന് കൊണ്ട് വളർത്താൻ നിവൃത്തിയില്ലാതെ ഉപേക്ഷിക്കുന്ന കാണുമ്പോൾ ഒരു വിഷമം അവർക്ക് തോന്നും. അങ്ങനെ അവരും തിരിച്ചങ്ങ് ത്യാഗഭവനിലോട്ട് പോവും. അലീനയും മറ്റുള്ള രണ്ടുപേരും കൂടി ഫുഡ് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിലോട്ട് കയറും. അങ്ങനെ തിരിച്ചവർ ത്യാഗഭവനത്തിൽ കൊണ്ടുവന്ന് ചിന്നുകുട്ടിക്ക് ഷോപ്പിങ്ങിൽ വാങ്ങിച്ചുകൊണ്ട് പോയ ഡ്രസ്സുകളും പിന്നെ അവിടുത്തെ കുഞ്ഞുങ്ങൾ കഴിക്കാനുള്ള ഫുഡും കുറച്ച് ഫ്രൂട്ട്സും എല്ലാം കൊണ്ട് സിസ്റ്റേഴ്സിനെ കൊടുക്കും. ഇതെല്ലാം ഞങ്ങൾ ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മേടിച്ചതെന്ന് പറയും. ഇതൊക്കെ നിങ്ങൾ തന്നെ കൊടുത്താൽ മതി, പുറത്തുനിന്നുള്ള മറ്റുള്ളവർ അവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് അറിയുന്ന അവർക്ക് വലിയ സന്തോഷമാണെന്ന് പറയും. ഈ കളിപ്പാട്ടമൊക്കെ എല്ലാവർക്കും കളിക്കാൻ കൊടുക്കുമോ ചിന്നുകുട്ടി? എല്ലാവർക്കും ഞാൻ കൊടുക്കുമെന്ന് പറയും. അങ്ങനെ സ്വീറ്റ്സൊക്കെ കൊണ്ട് എല്ലാ കുഞ്ഞുങ്ങൾക്കും അവർ പങ്കിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം അലീന
പറയും എനിക്ക് സിസ്റ്റേഴ്സിനോട് കുറച്ച് കാര്യം പറഞ്ഞോന്ന് പറയും. അങ്ങനെ അവർ എല്ലാവരും അങ്ങോട്ട് കുഞ്ഞുമായിട്ട് പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് അലീന പറയും, പിന്നെ രേവതിക്കുട്ടി എന്നോടൊരു വിവരം വിളിച്ച് പറഞ്ഞിരുന്നു, ആ മോളെ അഡോപ്റ്റ് ചെയ്യുന്ന കാര്യമില്ലേ, അത് തൽക്കാലം വേണ്ട മാഡം, ബ്രിജിത്ത അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അവളെ ആർക്കും അഡോപ്റ്റ് ചെയ്യാൻ കൊടുക്കരുതെന്ന്. അവർക്ക് നിയമപരമായി അഡോപ്റ്റ് ചെയ്യാൻ കഴിയില്ല. മോളെ കണ്ട് ഇഷ്ടപ്പെട്ടപ്പം മോളുടെ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. അതെന്തായാലും വേണ്ട, സ്പോൺസർഷിപ്പിൻ്റെയൊക്കെ പേരിൽ കുട്ടികളെ കുറച്ച് ദിവസം വീട്ടിൽ കൊണ്ട് നിർത്തിയൊക്കെ ചെയ്യും, അതൊന്നും വേണ്ട. അത് കഴക്കൂട്ടം ഓർഫനേജിലുള്ള സിസ്റ്റേഴ്സിൻ്റെ ഇതിൻ്റെ അവിടുന്ന് നമുക്ക് നേരിട്ടാണ് ഈ ചിന്നുക്കുട്ടിയെ കിട്ടിയത്. സാധാരണ കുട്ടികൾ വന്നതുപോലെ അല്ല ചിന്നുക്കുട്ടി നമുക്ക് അവിടെ കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രിജിത്ത അമ്മ പ്രത്യേകം എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചുള്ളതാണ്, മോളുടെ കസ്റ്റഡി വേറെ ആർക്കും കൊടുക്കരുത്. മറ്റാരുടെയും കയ്യിൽ കുഞ്ഞിനെ കിട്ടിയ പിന്നെ ഞങ്ങൾക്ക് അവളെ കാണാൻ പോലും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഞങ്ങളടുത്ത് പറഞ്ഞാൽ മതി, ഞങ്ങളെ കയ്യിൽ നിന്ന് എന്ത് സഹായം ഞങ്ങൾ അവൾക്ക് ചെയ്തു തരും. അതുപോലെ അവൾ ഇവിടെ നിന്ന് വളരട്ടെ, ഇവിടെ ആകുമ്പോൾ ഞങ്ങൾക്ക് അവളെ കാണുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യാം. മറ്റൊരിടത്താണെങ്കിൽ നടക്കത്തില്ല. ഞങ്ങൾക്കും അവളെ വിട്ടു പിരിയാൻ വലിയ വിഷമമാണ്. പിന്നെ അവളുടെ ഒരു നല്ല ഭാവി ഓർത്ത് മാത്രം ഞങ്ങൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ തീരുമാനിച്ചത്, ഒരു ഡിസിഷൻ എടുത്തത്. പിന്നെ എന്ത് കാര്യം ഉണ്ടെങ്കിൽ നിങ്ങളെ അറിയിപ്പിച്ചിട്ട് നിങ്ങളുടെ പൂർണ്ണ സമ്മതം ഇല്ലാതെ ഞങ്ങൾ ചെയ്യത്തില്ലെന്ന് പറയും. ചിന്നുക്കുട്ടിയുടെ എല്ലാ ഉത്തരവാദിത്വം അലീനയ്ക്കാണെന്ന് ഞങ്ങൾക്കറിയാമെന്ന് പറയും. ശരി എങ്കിൽ ഞങ്ങൾ പോട്ടെ മാഡം, ഇനി ആർക്കും അവളെ അഡോപ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ മതി. ശരി അങ്ങനെ ആവട്ടെ എന്ന് പറയും. അങ്ങനെ അവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് എല്ലാവരും ഇറങ്ങുകയാണ്. ഞങ്ങളെല്ലാവരും ഇനിയും അലീന ചേച്ചിയുടെ കൂടെ വരാമെന്ന് ബബിതയും കൃഷ്ണയും പറയുന്നുണ്ട്. എല്ലാവരും വരണം, നിങ്ങളൊക്കെ വരുന്നതാണ് ഞങ്ങളുടെ സന്തോഷമെന്ന് പറയും. അത് കഴിഞ്ഞ് മോള് എടുത്തുകൊണ്ട് രോഹിത് കാറിനകത്ത് വരികയാണ്. അങ്ങനെ മോളെ ഇങ്ങനെ ഡ്രൈവിംഗ് ഒക്കെ ഇങ്ങനെ സ്റ്റിയറിംഗ് ഒക്കെ ഇങ്ങനെ പിടിപ്പിച്ചിട്ട് ഹോണൊക്കെ അടിച്ച് കാണിക്കുന്നുണ്ട്. അങ്ങനെ ചിന്നുകുട്ടിയും സ്റ്റിയറിംഗ് ഒക്കെ പിടിച്ച് തിരിക്കുകയും ഹോണടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ വണ്ടി ഓഫാക്കിയിട്ടാണ് രോഹിത് കളിപ്പിക്കുന്നത്. അങ്ങനെ അതിനുശേഷം അലീനയും എല്ലാവരും അങ്ങോട്ട് വരും. അപ്പോൾ സിസ്റ്റർ ചോദിക്കും, അല്ല ചിന്നുക്കുട്ടി വരുന്നില്ലേ, അതോ പോവുകയാണോ? ഇല്ല ഞാൻ പോകുന്നില്ല. അല്ല പോകുന്നെങ്കിൽ പോയിട്ട് നാളെ വന്നാൽ മതി. ഇല്ല ഞാൻ പോകുന്നില്ലെന്നൊക്കെ ചിന്നുക്കുട്ടി പറയുന്നുണ്ട്. അങ്ങനെ അവർ ചിന്നുക്കുട്ടിയെ അലീനെ എടുത്ത് സിസ്റ്ററിനെ ഏൽപ്പിക്കുകയാണ്. അതിനുശേഷം അവരെല്ലാവരും കൂടി തിരിച്ച് എറണാകുളത്തിന് പോവുകയാണ്. അങ്ങനെ ചിന്നുക്കുട്ടി എല്ലാവർക്കും യാത്രയൊക്കെ പറഞ്ഞ് ടാറ്റയെ കാണിച്ച് നിൽക്കുന്നിടത്താണ് നമ്മുടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ ഇനി ചിന്നുക്കുട്ടിയെ കൊല്ലത്തുള്ള ത്യാഗഭവനിൽ ഏൽപ്പിക്കും. ഇനി കൊല്ലത്ത് തന്നെയാണ് ബാലേന്ദ്രൻ വന്ന് നിൽക്കുന്നത്. കൊല്ലം പുനലൂരിൽ നമ്മുടെ കൊട്ടാരമുറ്റത്തിൽ ഔതക്കുട്ടിയുടെ മകൻ സ്റ്റാൻലി ജോസഫിനെ അന്വേഷിച്ചാണ് ബാലേന്ദ്രൻ മേനോനും കൊല്ലത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ രണ്ടുപേരും കൊല്ലത്ത് കണക്റ്റാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ബാക്കി വിശേഷങ്ങളും കഥയുമായി നാളെ കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒരു നല്ല ദിവസം എല്ലാവർക്കും നേരുന്നു. നന്ദി.